പ്രിയമുള്ളവരെ, ഒരു മകൻ ഉണ്ടാകുന്നത് വരെ അബ്രാഹമിന് ദൈവത്തോട് ഭയങ്കര അടുപ്പമായിരുന്നു. പൊരിഞ്ഞ സ്നേഹം. പ്രാർത്ഥിച്ചാൽ മതി വരില്ല. ബലിയർപ്പിക്കാൻ പോയാൽ ഒത്തിരി നേരം അവിടെ ഇരിക്കും. എപ്പോഴും ദൈവത്തോട് നടക്കും, ദൈവത്തോട് സംസാരിക്കും. ദൈവത്തെ ഓർമ്മയില്ലാതെ ഒരു പ്രവർത്തനം ചെയ്യുകയില്ല. ബൈബിളിൽ പറഞ്ഞതുപോലെ സുഭാഷിതങ്ങൾ 3:5-6 പറയുന്നത് പോലെ നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുമരുത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ അബ്രാഹാം അക്ഷരം പറഞ്ഞ് ജീവിതത്തിൽ നിറവേറ്റിയ വ്യക്തിയാണ്. ഇനി ദൈവത്തിന് അബ്രാഹത്തോട് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹം അബ്രാഹത്തോടും. അതുകൊണ്ടല്ലേ അബ്രാഹത്തെ അനുഗ്രഹിച്ചത്. നീ ഒരു അനുഗ്രഹമാകുമെന്ന് പറഞ്ഞ്, നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ്. ആർക്കും കിട്ടാത്ത അനുഗ്രഹമല്ലേ ഇത്. തന്നെയുമല്ല, ദൈവം പേര് വരെ മാറ്റിക്കൊടുത്തില്ല. നമുക്കറിയാം, ഒരാളോട് നമുക്ക് സ്നേഹം കൂടുമ്പോൾ എന്ത് ചെയ്യും? വേറെ പേരുകളൊക്കെ വിളിക്കും. എന്ന് പറഞ്ഞാൽ അബ്രാഹാം എന്നുള്ളത് അബ്രാഹം എന്നാക്കി. രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു. എപ്പോഴും കൂടെ നടക്കാൻ ആഗ്രഹം, എപ്പോഴും പ്രാർത്ഥിക്കാൻ ചിന്ത അബ്രാഹാമിന്. അങ്ങനെ സന്തോഷപൂർവ്വം കഴിഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം മക്കളില്ല എന്നുള്ള ചിന്ത വന്നു. ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആറ്റുനോറ്റിരുന്ന ഒരു മകനുണ്ടായി, ഇസഹാക്ക്. മകനെങ്ങുണ്ടായപ്പോഴേ അബ്രാഹത്തിൻ്റെ വിധം മാറിയിട്ടോ. പിന്നെ ഒന്നിനും സമയമില്ല. പ്രാർത്ഥിക്കാൻ നേരമില്ല, ബലിയർപ്പിക്കാൻ നേരമില്ല, ദൈവത്തോടൊപ്പം ആയിരിക്കാൻ നേരമില്ല. അതെങ്ങനെയാണ്? കൊച്ചിനെ നോക്കണ്ടേ? കൊച്ചിനെ കുളിപ്പിക്കണം, കളിപ്പിക്കണം, സമയത്ത് അവന് തീറ്റ കൊടുക്കണം, അവന് അസുഖം ഉണ്ടാകുമ്പോൾ അവനെ പരിചരിക്കണം. പിന്നെ എന്നാ ചെയ്യണേ? അങ്ങനെ ദൈവത്തെക്കാൾ ഉപരി അവൻ മകൻ ഇസ്ഹാക്കിന് 1ാം സ്ഥാനം കൊടുത്തു. അവൻ്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക് കടന്നു വന്നപ്പോഴേക്കും ദൈവം ഔട്ടായിപ്പോയി പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇസ്ഹാക്ക് വളരുന്നതോറും അവൻ വളർച്ചയെ കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് അങ്ങനെ അബ്രാഹാം കഴിയുകയാണ്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, അബ്രാഹാം, നീ ഏറെ ഇഷ്ടപ്പെടുന്ന നിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ, മകനെ, നീ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് ബലിയർപ്പിക്കണം. ആകെ ധർമ്മസങ്കടമായി. ദൈവത്തെ ധിക്കരിക്കാൻ പറ്റുമോ? ദൈവം തന്നതല്ലേ, ദൈവം തന്ന ദാനമല്ലേ. ഏതായാലും അബ്രാഹാം ഒരു കാര്യം ഉറപ്പിച്ചു. അത്ര വിശ്വാസമായിരുന്നു. ആ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. പണ്ടുണ്ടായിരുന്ന വിശ്വാസമാണെങ്കിലും അതിങ്ങനെ ചാരമൂടി കിടക്കുമായിരുന്നു. അതേ പ്രിയപ്പെട്ടവർ, നമുക്കൊരു വിശ്വാസം കിട്ടിയാലുണ്ടല്ലോ, അവിടെ കിടന്നോളൂ. അത് ചില അവസരങ്ങൾ മങ്ങിപ്പോയാലും പേടിക്കണ്ട കേട്ടോ. അത് പിന്നെ എന്താണ്, നിർണായക അവസരങ്ങളിൽ അത് ഉപയോഗപ്രദമാകും. അങ്ങനെ അബ്രാഹാം മകനെ കൊണ്ട് മോറിയാമലയിലേക്ക് പോയി ബലിയർപ്പിക്കാൻ ഒരുങ്ങി. ബാക്കിയുള്ള സംഭവം നമുക്കറിയാവുന്നതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും ഈ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിനും നേരെയില്ല. പള്ളിയിൽ പോകാൻ നേരെയില്ല, പ്രാർത്ഥിക്കാൻ നേരെയില്ല, കുമ്പസാരിക്കാൻ നേരെയില്ല. അതെങ്ങനെയാണ്? മക്കളെ നോക്കണ്ടേ? പിന്നെ രാവും പകലും അവർക്കൊണ്ട് അധ്വാനിക്കുകയാണ്. ചോരയും നീരും കൊടുത്ത് അവരെ വളർത്തുകയാണ്. കൈ വളരുന്നു, കാല് വളരുന്നോർത്ത് അവരെ വളർത്തിയിൽ സന്തോഷിക്കുകയാണ്. സ്വന്തം കാര്യം പോലും മറന്നു പോകും. സ്വന്തം പട്ടിണി കിടന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് നല്ല പെറോട്ടയും ചിക്കൻ ബിരിയാണിയും എല്ലാം ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് സ്വയോ വല്ല കഞ്ഞിയോ ഇച്ചിരി ഉപ്പ് ഒഴിച്ചൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ ചില കാന്താരിമുളകൊക്കെ അരച്ചു കൂട്ടി തൃപ്തിപ്പെടും. പുറത്തിറങ്ങി ഒരു ചായ പോലും കുടിക്കത്തില്ല നേരെ ചൊവ്വേ. കാരണം അതെങ്ങനെയാണ്? അതിശം കൊച്ചിന് ബോണ്ടയും ലഡുവും ഒക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ മക്കളെ ശരണം എന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് മക്കളെ വളർത്തുകയാണ്. അങ്ങനെ ദൈവത്തേക്കാൾ മക്കൾക്ക് 1ാം സ്ഥാനം ലഭിച്ചു കഴിയുമ്പോൾ മക്കളെ ദൈവം പറയും, പ്രിയപ്പെട്ടവരെ, ദൈവം പറയും. എന്തു പറയും? ബലിയർപ്പിക്കാൻ പറയല, പല സിഗ്നൽ തരും. എടാ, നീ മക്കളിൽ ആശ്രയിക്കില്ലേ? നീ എൻ്റെ അടുത്തേക്ക് വാ. എവിടെ കേൾക്കാൻ? നമ്മളുണ്ടോ കേൾക്കണുള്ളൂ? നമുക്ക് സമയമുണ്ടോ പ്രാർത്ഥിക്കാനോ ധ്യാനം കൂടാനോ പള്ളിയിൽ പോകാനൊക്കെ? നമുക്കിതിന് സമയം. കാരണം മക്കളായിരുന്നു നോക്കണ്ടേ, അവരുടെ പഠിപ്പ് നോക്കണ്ടേ, വലുതായപ്പോൾ അവർ കെട്ടിച്ചു വിടണ്ടേ, പിന്നെ അവരുടെ കൊച്ചിനെ നോക്കണ്ടേ. എല്ലാം അങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ കുഴിയിൽ കിടന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണീര് കുടിച്ച് അപ്പനും അമ്മയും മക്കളെ വളർത്തി വലുതാക്കും. എന്നിട്ടോ അവർക്കില്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊടുത്ത് നല്ല ജോലിയും പിന്നെ നല്ലൊരു വീടും ഉണ്ടാക്കി കൊടുക്കും. അത് കഴിയുമ്പോഴോ
അവർ പെണ്ണ് കേട്ട് ജീവൻ തുടങ്ങുമ്പോൾ പിന്നെ അപ്പനെ അമ്മയെ എടുത്ത് കരിയേപ്പല പോലെ പുറത്തേക്കെറിയും. അവരുടെ കുറ്റാണത്. അല്ല, അത് ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ്. കാരണം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലെന്നേ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവരുമായിട്ട് ആ ബന്ധം കൊണ്ടിരിക്കും, ആ ബന്ധനം കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവ് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവം തന്നെ ഇടയാക്കുന്നതാണ് മക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മക്കളിൽ നിന്ന് അകറ്റാനായിട്ട്. അത് നിങ്ങൾ മരണം വരെ മക്കളെ ശരണമെന്ന് പറഞ്ഞ് നടക്കും. ദൈവമേ ശരണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. അവിടെ സംഭവിക്കും, മക്കൾ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പം നിങ്ങളെ തിരിഞ്ഞ് നോക്കത്തില്ല, പട്ടിയുടെ വിലകൾ നിങ്ങൾ തരില്ല. അപ്പോൾ അങ്ങനെ കരഞ്ഞും വിലപിച്ചും ഒത്തിരി കാരണം മരുന്ന് കഴിയുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ എനിക്കവരോട് പറയാനുള്ളത്, നിങ്ങൾ സന്തോഷമോ ഇപ്പോഴെങ്കിലും. കാരണം ഇപ്പോഴെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലേ, ദൈവത്തിലേക്ക് അടുക്കണമെന്ന്. അതുകൊണ്ട് എത്രയും വേഗം ആ ബന്ധങ്ങൾ പോയത് നല്ലതാണെന്ന് വിചാരിച്ച്, അത് ബന്ധനമായിരുന്നു, ചങ്ങലയായിരുന്നു, അത് തന്നെത്താനെ പൊട്ടിപ്പോയത് നല്ലതായല്ലോ എന്ന് വിചാരിച്ച് അതിനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയേ മക്കളെ. പ്രിയപ്പെട്ടവർ, ദൈവത്തിലേക്ക് തിരിയേ, ഇന്ന് തന്നെ തിരിയേ, ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനും. എന്നെ പറഞ്ഞാൽ തലയിൽ കയറില്ല. കാരണം തലക്കകത്ത് കിടക്കണേ മക്കൾ, അവർ നോക്കിയില്ല, അവർ വന്നില്ല, അവരൊന്ന് വിളിച്ചില്ല. അത് മാറ്റാനേ അവിടെ ദൈവത്തെ വിളിക്കുക. ഇനി ആർക്കെങ്കിലും മക്കളെ എന്നോർക്കും വേദനയുണ്ടെങ്കിൽ, അവർ നോക്കുന്ന ചിന്തയുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് അവരെക്കുറിച്ച് പരാതിയോ വിഷമോ പങ്കുവയ്ക്കുമെങ്കിൽ, അവരുമായിട്ട് പങ്കുവയ്ക്കുമെങ്കിൽ മനസ്സിലായിക്കൊള്ളൂ, നിങ്ങളുടെ ബന്ധനം പൊട്ടിയിട്ടില്ല. മക്കളുമായിട്ട് നിങ്ങളുടെ ചങ്ങല, ആ ബന്ധനം, ആ ബന്ധത്തിൻ്റെ ചങ്ങല അത് പൊട്ടിയിട്ടില്ല. അത് ഞാൻ പൊട്ടിക്കുക, എനിക്കറിയാൻ മേല. ഇനിയെങ്കിലും പൊട്ടിച്ച് വലിച്ചെറിയ, ദൂരെ എറിയ. അവിടെ ദൈവത്തിലേക്ക് തിരിയേ. ഇനിയെങ്കിലും ദൈവത്തിലേക്ക് തിരിയേ. ദൈവമേ, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാനങ്ങേ മറന്നുപോയി, എന്നോട് പൊറുക്കണമേ. ഇതാ ഞാൻ തിരിച്ചു വരുന്നു, ഇതാ ഞാൻ വരുന്നു, നല്ല കളനെ പോലെ. ഞാനീ കുരിശേ കിടന്നാലേ അത് ഓർക്കുള്ളൂ. അതുവരെ നല്ല കളനെ ഓർത്ത് ചെയ്തുവല്ലോ. അതുകൊണ്ട് ഈശോയെ, അങ്ങ് രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നൊന്ന് പറഞ്ഞേ, ഉള്ളു തുറന്ന് പറഞ്ഞേ, കരഞ്ഞ് പറഞ്ഞേ. അപ്പോൾ കർത്താവ് പറയും, നല്ല കളിനോട് പറഞ്ഞതുപോലെ, മകനെ, നീ ഇന്ന് എന്നോടൊപ്പം പർദീസായിലായിരിക്കുന്നു. അർത്ഥം, നീ ഉള്ളുകൊണ്ട് ഈശോയോടൊപ്പമായിരിക്കും. മരിക്കാറാവുമ്പോൾ ഈശോയും മാതാവും യോസേപ്പ് പിതാവും നിൻ്റെ അടുത്ത് വരും. അവർ വരുമ്പോൾ കൂടെ ആരെ കാണും? വിശുദ്ധരും കാണും, മാലാഖമാരും കാണും. അങ്ങനെ സ്വർഗം ഇറങ്ങി വരും, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ നിത്യസമ്മാനത്തിൽ നിങ്ങൾ വിളിക്കപ്പെടും. അവിടെ നിങ്ങൾ ദൈവത്തോടൊപ്പം അനന്തതയിൽ നിങ്ങൾ സ്വർഗത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതല്ലേ വേണ്ടത്, അതല്ലേ ജീവിതത്തിൻ്റെ അർത്ഥം. അതിലല്ലേ മനുഷ്യ ദൈവം സൃഷ്ടിച്ചത്. തന്നെ അതിൽ സന്തോഷിക്കുക. ഇനി മക്കളതുകൊണ്ട് മാറിപ്പോയെങ്കിൽ സന്തോഷിക്കുക. അവരെ പറ്റിയുള്ള ചിന്തകൾ വിട്, ആ ബന്ധനം വിട്ടില്ലെങ്കിൽ പൊട്ടിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ, അവരുമായിട്ടുള്ള ബന്ധനം ഒന്ന് പൊട്ടിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക. അതിനാ പ്രാർത്ഥിക്കേണ്ട ആദ്യമായിട്ട്. കാരണം നമുക്കറിയാം, ദൈവം പറയുന്നുണ്ട്, എല്ലാത്തിനുപരിയായി നീ ഒന്നാമതായി എന്നെ സ്നേഹിക്കണം. എങ്ങനെയാ? സർവശക്തിയോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സർവശക്തിയോടെയും എന്നെ സ്നേഹിക്കുന്ന പ്രത്യേകം. അത് കൽപ്പനയാണ്. പക്ഷെ നമ്മളുണ്ട് അതുപോലെ ഓർക്കണുള്ളൂ. നമ്മൾ പഠിച്ച കാലത്തൊക്കെ വേദപാഠം വേദപാഠ സമയത്തൊക്കെ നമ്മളത് കാണാപ്പാഠം പഠിച്ചു, ആചരണം സ്വീകരിക്കുമ്പോൾ അത് ചൊല്ലിക്കേൽപ്പിച്ചു എന്നൊക്കെ അല്ലാതെ അത് നമ്മുടെ തലയിൽ കേട്ടിട്ടില്ലെന്നേ, ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം തന്നെയാണ് ഇതെല്ലാം ഇടവരുത്തണമെന്ന് മനസ്സിലാക്കി, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെയാണ് എൻ്റെ മക്കളെ നിന്ന് അകറ്റണമെന്ന് മനസ്സിലാക്കുക. ഞാൻ ആഗ്രഹമല്ല, അതുകൊണ്ട് അവരെ അങ്ങ് അകറ്റത്തേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയാം, കണ്ണീരോട് തിരിയാം. ദൈവമേ, വൈകിപ്പോയില്ല എന്ന് കർത്താവ് പറയും. നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ മാറോട് ചേർക്കും. മകനെ എന്ന് വീണ്ടും വിളിക്കുന്ന അപ്പനെ പോലെ, ആ ധൂർത്തപുത്രനെ മാറോട് ചേർത്ത അപ്പനെ പോലെ നിങ്ങളെ ചേർത്തണയ്ക്കും. തീർച്ച. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കട്ടോ. കർത്താവേ, വേഗം വരണമേ. ഈ സഹോദരങ്ങളെ, ഈ സഹോദരിമാരെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുക്കണമേ. അങ്ങയുടെ കരുണ വർഷിക്കണമേ. അവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കണമേ കർത്താവേ. അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ.